മലയാളികൾക്ക് ഇതിനേക്കാൾ മികച്ച ഒരു വാർത്ത ഈ നിമിഷം നൽകാൻ കഴിയില്ല. ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സഞ്ജു സാംസൺ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സഞ്ജു സാംസണ് വേണ്ടിയുള്ള വിളികൾ, സഞ്ജു സഞ്ജു എന്നുള്ള വിളികൾ നമ്മൾ ഇന്ത്യൻ ടീം എവിടെയൊക്കെ മത്സരിക്കാൻ ഇറങ്ങിയോ അവിടെയൊക്കെ കേട്ടിട്ടുണ്ട്. ആ വിളി ഇപ്പോൾ BCCIയുടെ ചെവിയിലും എത്തിയിരിക്കുന്നു. BCCIക്ക് ഒരു കാരണവശാലും സഞ്ജു സാംസൺ എന്ന് പറയുന്ന താരത്തെ ഒഴിവാക്കാൻ കഴിയാത്ത തരത്തിലാണ് കഴിഞ്ഞ 9 മത്സരങ്ങൾ, കഴിഞ്ഞ IPL 9 മത്സരങ്ങളിൽ സഞ്ജുവിന്റെ പ്രകടനം. ഋഷഭ് പന്തിനേക്കാൾ ഒരു പടി മുന്നിലായിരുന്നു സഞ്ജു സാംസന്റെ ഈ ട്രാക്ക് റെക്കോർഡുകൾക്ക്. അതുകൊണ്ട് തന്നെയാണ് സഞ്ജു സാംസനെ ഉൾപ്പെടുത്തുക എന്ന് മാത്രമാണ് BCCIയുടെ മുന്നിലുള്ള ഒരു പോംവഴി. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 2ാം വിക്കറ്റ് കീപ്പറായാണ് സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഋഷഭ് പന്തിനെ സംബന്ധിച്ചും ഇതൊരു മടങ്ങിവരവ് തന്നെയാണ്. മാസങ്ങളോളം നീണ്ട അപകടത്തിന് ശേഷമുള്ള അതിൽ നിന്ന് പരിക്കിൽ നിന്ന് മുക്തനായാണ് ഋഷഭ് പന്ത് തിരിച്ച് ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ അശ്വത് കൂടി ചേരുന്നുണ്ട്. അശ്വത്, ഈ സഞ്ജുവിന്റെ ഈ മടങ്ങിവരവിനെ നമുക്ക് എങ്ങനെ വിശേഷിപ്പിക്കാം? ഇത് ഒരു ഗോൾഡൻ ചാൻസ് എന്നതിലുപരിയായിട്ട് മറ്റൊന്നും പറയാനില്ല. കാരണം നിർണായകമായ 2020 ലോകകപ്പ് കൃത്യമായ സമയത്ത് സഞ്ജു മികച്ച ഫോമിൽ നിൽക്കുന്ന സമയത്ത്, അതുകൂടെ എടുത്തു പറയേണ്ടതാണ്, സഞ്ജു മികച്ച ഫോമിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ ടീമിലേക്ക്, ഇന്ത്യൻ ടീമിലേക്കുള്ള നിർണായകമായ വരവ് വളരെ പ്രധാനമാണ്. ഈ പെർഫോമൻസ് സഞ്ജു മികച്ചതാക്കിയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഈ മത്സരം നടക്കുന്ന പിച്ചിനെ സംബന്ധിച്ചാണെങ്കിൽ അമേരിക്കയിലും അത് എങ്ങനെയായിരിക്കും സഞ്ജുവിന് ഒരു ഗുണമായി മാറുമോ? സഞ്ജുവിൻ്റെ ഒരു ഓവർസീസ് കണ്ടീഷനിലെ പ്രകടനം നോക്കിയാൽ സഞ്ജു കഴിഞ്ഞ സെഞ്ചുറി അടിച്ചതും അല്ലെങ്കിൽ അർദ്ധ സെഞ്ചുറി അടിച്ചതൊക്കെ ഓവർസീസ് കണ്ടീഷനിലാണ്. പക്ഷേ ഇന്ത്യൻ പിച്ചുകളെ താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പൂർണ്ണമായൊരു ബെനിഫിറ്റ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ സഞ്ജുവിൻ്റെ പെർഫോമൻസ് ഒരുപക്ഷെ ഓവർസീസ് കണ്ടീഷനിൽ ഇതുവരെ ബെറ്ററാണ്. അതുകൊണ്ട് തന്നെ ഒരു മികച്ച പ്രകടനം നമുക്ക് പ്രതീക്ഷിക്കാം മലയാളി എന്ന നിലയിൽ കൂടി. പക്ഷേ നമുക്ക് 15 ടീമിനെ കൂടി ഒന്ന് നോക്കാം. രോഹിത് ശർമ്മയാണ് ക്യാപ്റ്റൻ. യശസ്വി ജയ്സ്വാൾ രോഹിത് ശർമ്മയ്ക്കൊപ്പം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിരാട് കോഹ്ലി പതിവ് പോലെ ഒണ്ടൗണായി ഇറങ്ങും. സൂര്യകുമാർ യാദവ് ടീമിലുണ്ട്. സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, സഞ്ജു സാംസൺ. ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും വിക്കറ്റ് കീപ്പർമാരായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ സഞ്ജുവിനെ ഒരു ബാറ്റർ എന്ന നിലയിൽ കൂടെ പരിഗണിക്കാം. തീർച്ചയായിട്ടും അതിനുള്ള പരിഗണന വരുമെന്നാണ്. ഒരുപക്ഷെ ഋഷഭ് പന്തിനെ ഫീൽഡിലേക്ക് മാറ്റി സഞ്ജു കീപ്പർ ആവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തള്ളിക്കളയാനാവില്ല. മാത്രമല്ല നമ്മൾ എടുത്തു പറയേണ്ടത്, ഈ മലയാളി എന്ന നിലയിൽ നമുക്കൊക്കെ ഒരു ഇരട്ടി സന്തോഷം തരുന്ന ഒരു നിമിഷം കൂടിയാണത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ. കാരണം ശ്രീശാന്തിന് ശേഷം കേരളത്തിന് വേണ്ടി കളിച്ച അല്ലെങ്കിൽ രഞ്ജി കളിച്ച സഞ്ജു വി സാംസൺ ഇന്ത്യൻ ടീമിൽ ഒരു ലോകകപ്പ് കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും 2007 2020 ലോകകപ്പ്. ജിതിൻ ഓർക്കുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീശാന്ത് ആയിരുന്നു അതിലൊരു നിർണായക റോള് വഹിച്ചത്. പല മത്സരങ്ങളിലും ഇന്ത്യയുടെ ജയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു റോള് ശ്രീശാന്തിന് വഹിക്കാൻ പറ്റി. അതുപോലെ ഇത്തവണ സഞ്ജു സാംസൺ ഒരു കപ്പ്, സഞ്ജു സാംസന്റെ കൈമുദ്ര പതിഞ്ഞ ഒരു കപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റ് ടീമംഗങ്ങളെ കൂടി നോക്കാം. ശിവൻ ദുബെ, രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, യുസ്വേന്ദ്ര ചഹാല, അർഷദീപ് സിംഗ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവരാണ് ടീമിലുള്ളത്.